അപ്പോൾ 10 മണിയാകുമ്പോഴത്തേക്കും ബ്രൈഡിൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തലശ്ശേരിയിൽ നിന്ന് ഞങ്ങൾ പുറപ്പെട്ടു. 11 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തി. അങ്ങനെ ബ്രൈഡിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ബ്രൈഡ് പറഞ്ഞു, ചേച്ചി നിശ്ചയക്കാർ വന്നില്ല, നിശ്ചയക്കാർ വന്നാൽ മാത്രമേ വന്ന് പോയാൽ മാത്രമേ റെഡിയാവാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു 11 മണിയല്ലേ ആയുള്ളൂ, 12 ആകുമ്പോഴത്തേക്കും നിശ്ചയക്കാർ വന്ന് പോകുമായിരിക്കും. നോക്കുമ്പോൾ ഉണ്ടോ നിശ്ചയക്കാർ വരുന്നു. 12:30 ആയി. 12:30 കഴിഞ്ഞപ്പോഴത്തേക്കാണ് നിശ്ചയക്കാർ വന്നത്. ഇനിയിപ്പോൾ അവർ വന്ന് പോയി. ഞാൻ വിളിച്ചു നിശ്ചയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടീനെ മാറ്റിക്കാൻ തുടങ്ങും. അപ്പോഴാണ് കുട്ടി പറയുന്നത് അവർ ഫുഡ് കഴിച്ച് പോയാൽ മാത്രമേ നമുക്ക് മാറ്റാം. അങ്ങനെ 1 മണി കഴിഞ്ഞു, 2 മണി കഴിഞ്ഞു, 2:15 ആയപ്പോഴത്തേക്കാണ് നിശ്ചയക്കാർ പോയത്. അത് കഴിഞ്ഞിട്ടാണ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ പറഞ്ഞു ഒരുപാട് സമയം എടുക്കും, നിൻ്റെ മുടി തന്നെ ഒരുപാട് സമയം എടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു സാരി ചേച്ചി അവരുടെ മിസ്റ്റേക്ക് അല്ലേ, നമ്മുടെ പ്രശ്നം ഏജിൻ്റെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഏജ് മാറ്റിച്ചോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്ന് പറയും സമയം എന്ന് പറഞ്ഞു. അത് കേൾക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവർക്ക് ടെൻഷനാവും. അപ്പോൾ അങ്ങനെ അവളുടെ ആ ഒരു സമാധാന പേര് കൊണ്ട് ഞങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അയ്യോ ഡ്രയർ കുത്തിയപ്പോഴത്തേക്കും വലിയ പ്രശ്നമില്ലായിരുന്നു, പക്ഷേ അയണിംഗ് മെഷീൻ കുത്തിയപ്പോഴത്തേക്കും അവിടുത്തെ ഫീസ് അടിച്ചു. അങ്ങനെ ഫസ്റ്റ് ടൈം അവരതൊക്കെ ശരിയാക്കി. സെക്കൻഡ് ടൈം കുത്തിയപ്പോഴും അതടിച്ചു. പിന്നെ എന്ത് ചെയ്യും, ഇത് കുത്തല്ലേ എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, ഹെയർ സെറ്റ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണ്ടേ. കുട്ടിയുടെ മുടിയാണെങ്കിൽ നല്ല ഫ്രിഡ്ജായി കിടക്കുവാണ്, എന്തെങ്കിലുമൊക്കെ ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ ഈ ഒരു സാധനങ്ങൾ വേണം. അങ്ങനെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് അപ്പുറത്തെ വീട്ടിൽ പോയി അവിടുന്ന് ചെയ്തു. അങ്ങനെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഒരു 4-4:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് 4-4:30 ഒക്കെ കഴിഞ്ഞു മാറ്റിച്ച് കഴിയാൻ വേണ്ടിയിട്ട്. ഹെയർ ഒന്നും തന്നെ ചെയ്തില്ല. ഹെയർ ജസ്റ്റ് ഒന്ന് അയൺ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. കാരണം കുട്ടിയുടെ മുടി നല്ല രീതിയിൽ പൊട്ടിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെയറിൽ അധികം ഒന്നും പണിയാൻ വേണ്ടിയിട്ട് നിന്നില്ല. സിമ്പിൾ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്തു, അത്രയേ ഉള്ളൂ. അപ്പം ഇതാണ് നമ്മുടെ ബ്രൈഡ് നന്ദന. എങ്ങനെയുണ്ട് മേക്കപ്പ്? അടിപൊളിയായില്ലേ? എനിക്ക് അടിപൊളിയായും തോന്നി. എനിക്ക് ഇത്രയും കാലത്തൊരു ബ്രൈഡലിന് ഈ ഒരു വർക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഹെയർ സ്റ്റൈൽ അധികമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും നമുക്ക് ഫേസ് മേക്കപ്പിൽ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ബുക്കിങ്ങിനായിട്ട് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ അടുത്ത് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് 5,000 മുതലാണ്. റിസപ്ഷൻ ലുക്കൊക്കെ ആണെങ്കിൽ 5,000 ആണ്. സിമ്പിൾ മേക്കപ്പിന് 2,500 ആണ് ഞങ്ങളുടെ റേറ്റ്. അപ്പം കോൺടാക്ട് ചെയ്യാം കേട്ടോ.